السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ഭവനങ്ങളിൽ, വീടുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് താമസിക്കാൻ ഒരു വീട് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു വീട് എന്നത് ഒരു മനുഷ്യന്റെ, ആ വീട്ടിൽ താമസിക്കുന്നയാളിന് സന്തോഷത്തിനും സമാധാനത്തിനും റാഹത്തിനും ഐശ്വര്യത്തിനുമൊക്കെ അതൊരു കാരണമാണ്. ജീവിതത്തിൽ അതിൻ്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെട്ട് സന്ധ്യമയങ്ങി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് വിശ്രമിക്കുവാനും ഇണയും മാതാപിതാക്കളും മക്കളും ഒക്കെ ഒന്നിച്ചിരുന്ന് കുടുംബകാര്യങ്ങൾ, വിശേഷങ്ങൾ ചർച്ച ചെയ്യാനും, അങ്ങനെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിത്തീരുന്ന ഒരിടമാണ് കുടുംബം എന്നത്. ആ കുടുംബം എപ്പോഴും നമുക്ക് ഐശ്വര്യത്തിന്റെ ഭവനമായി തീരണം. ആ കുടുംബത്തിൽ എപ്പോഴും സമാധാനം ഉണ്ടാകണം. അത് വലിയ വീട് ഉള്ളവരുണ്ട്, ചെറിയ വീടുള്ളവരുണ്ട്, ഫ്ലാറ്റിൽ താമസിക്കുന്നവരുണ്ട്, വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. ഏത് വീടോ ആയിക്കൊള്ളട്ടെ, വലിയ വീടെന്നോ ചെറിയ വീടെന്നോ അതിന് വ്യത്യാസമേ ഇല്ല. എത്രയോ ആളുകൾ വലിയ വലിയ കോടികൾ മുടക്കി വെച്ച വീടുകളിൽ താമസിക്കുന്നു, പക്ഷെ അവർക്ക് ഉറക്കമില്ല, സമാധാനമില്ല. ചോർന്നൊലിക്കുന്ന കൂരയ്ക്കുള്ളിൽ കഴിയുന്ന എത്രയോ സാധുക്കളുണ്ട്, അവർ സുഖമായിട്ട് അന്തിയുറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഏത് വീടായാലും ശരി, നമ്മൾ താമസിക്കുന്ന ഭവനത്തിൽ ഐശ്വര്യം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 വീടുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. റഹ്മത്തിന്റെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകളാണത്. മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് നമുക്കറിയാം, ഈമാൻ കാര്യത്തിൽ 2ാമത്തതാണ്. അല്ലാഹു തആല ഈ ലോകത്തെ കാര്യങ്ങൾ അവന്റെ സൈന്യങ്ങളാകുന്ന മലക്കുകൾ വഴിയാണ് നിർവഹിക്കുന്നത്. ഒട്ടനവധി ഹദീസുകളിൽ നമുക്കത് കാണാൻ കഴിയും, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുർസലുകൾക്ക് വഹി എത്തിക്കുന്ന ജോലി, മീകായിൽ അലൈഹിസ്സലാമിനെയാണ് മഴ, കാറ്റ്, ഇടി, അതുപോലെ ജീവികളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതും. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരുടെ റൂഹിനെ പിടിക്കും. അങ്ങനെ രാത്രിയിലും പകലിലും മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മലക്കുകൾ, വിശ്വാസികൾ നമസ്കരിക്കുമ്പോൾ അവരോടൊപ്പം സന്നിഹിതരാകുന്ന മലക്കുകൾ, അങ്ങനെ പല വിധത്തിലുള്ള മലക്കുകളാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ റഹ്മത്തുമായിട്ട് ഇറങ്ങി വരുന്ന മലക്കുകളുണ്ട്. 3 ഭവനങ്ങളിൽ ആ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയില്ല. അപ്പോഴാണ് അവിടെ സന്തോഷമില്ലാതിരിക്കുന്നത്, സമാധാനമില്ലാതിരിക്കുന്നത്. എന്നും കലപിലയാണ്, പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമില്ല. എല്ലാം ഉണ്ടായിട്ടും ആ വീട്ടിൽ ഒരു സമാധാനമില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കണം, അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നില്ല എന്നതാണ്. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി കൽബുൻ, പട്ടിയുള്ള വീട്. പട്ടി ഏത് വീട്ടിലുണ്ടോ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. ഇന്ന് നമ്മൾ വളരെ മനസ്സിലാക്കണം, നമ്മുടെ ചില മക്കൾ അലങ്കാര നായ്ക്കളെ വളർത്തുന്ന വീടുകളുണ്ട്. പല വിധത്തിലുള്ള ഇനത്തിലുള്ള പട്ടികളെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. വീട്ടിന്റെ ഉള്ളിൽ ഈ അലങ്കാര പട്ടികളെ വളർത്തുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. വ്യക്തമായ ഹദീസുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞിരുന്നു. എപ്പോഴൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്ന് അറിയിക്കുമോ അപ്പോഴൊക്കെ വരും. ആ സമയത്ത് തന്നെ വരും, കൃത്യസമയത്തെത്തും. പക്ഷെ പറഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വിഷമമായി. മലക്കുകൾ വാഗ്ദാനം ലംഘിക്കുകയില്ല, അവർ വാക്ക് പാലിക്കുന്നവരാണല്ലോ, എന്തേ ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല എന്നിങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ കട്ടിലിനടിയിൽ ചെറിയ ഒരു നായ്ക്കുട്ടി കയറിക്കൂടിയിരുന്നു.
ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആ നായ്ക്കുട്ടിയെ പായിച്ച് കളഞ്ഞപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. എന്തേ അങ്ങ് പറഞ്ഞ സമയത്ത് വന്നില്ല എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകർ, അങ്ങക്ക് അറിയത്തില്ല, ഇന്നാ ലാ നദ്ഖുലു ഫീ ബൈത്തിൻ ഫീഹി കൽബുൻ, പട്ടിയുള്ള ഭവനത്തിൽ ഞങ്ങൾക്ക് പ്രവേശനമില്ല, ഞങ്ങൾ വരികയില്ല എന്ന് താങ്കൾക്കറിയില്ലേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു എന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, പട്ടിയെ വളർത്താൻ നമുക്ക് അനുവാദമുണ്ട്. ചില സന്ദർഭങ്ങളിലാണ് വീടിന്റെ കാവലിന് വേണ്ടി, കൃഷിക്ക് വേണ്ടി, വേട്ടയ്ക്ക് വേണ്ടിയൊക്കെ അതിന്റെ രീതികളുണ്ട്. ആ രീതിയൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ വളർത്താൻ. അല്ലാതെ നമ്മുടെ വീടുകളിൽ നായ്ക്കൾ ഉണ്ടെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീഹി സൂറത്തുൻ, അവിടെ രൂപമുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ. അതായത് മരിച്ചുപോയ മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് വെക്കുന്ന വീടുകളുണ്ട്. അതുപോലെ തന്നെ ഭിത്തിയിൽ നമ്മുടെ മക്കളുടെ കല്യാണ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നുണ്ട്. പാപ്പായും ഉമ്മായുടെയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കല്യാണത്തിന്റെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുന്നുണ്ട്, മക്കൾക്കും പേരമക്കൾക്കും കാണുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഫുട്ബോൾ താരങ്ങളുടെ, ക്രിക്കറ്റ് പ്രേമികളുടെ, സിനിമാ നടന്മാരുടെ, നടിമാരുടെ, രാഷ്ട്രീയക്കാരുടെ ഒക്കെ ഫോട്ടോകൾ ഭിത്തികളിലൊക്കെ തൂക്കി ഷോക്കേസിൽ വെച്ച്, അലമാരയിൽ വെച്ച്, പ്രിയമുള്ളവരെ, ആ രീതിയിൽ ഭവനങ്ങളിൽ ഫോട്ടോ ഉള്ള ഏത് വീടാണോ അവിടെ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില വീടുകളിൽ നമുക്ക് കാണാം, കയറി ചെല്ലുമ്പോൾ അവരുടെ ഗാർഡന്റെ ഉള്ളിൽ, പൂന്തോട്ടത്തിന്റെ ഉള്ളിൽ ചില കൊക്കുകളുടെ, മാനിന്റെ, ആനയുടെ ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. സൂറത്തുള്ള ഭവനത്തിൽ, രൂപമുള്ള ഭവനത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾക്ക് കളിക്കുന്ന ആവശ്യത്തിന് വേണ്ടി രൂപമുള്ള ഏതൊരു വസ്തു ആകട്ടെ അതിന് ഇസ്ലാം ഇളവ് നൽകിയിട്ടുണ്ട്. കാരണം അത് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവിടെ രൂപമുള്ള വീട്ടിലും അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. മൂന്നാമതായിട്ട് പ്രവാചകൻ ഹദീസിൽ പറഞ്ഞത്, ഫീഹി ജുനുമുൻ, ജനാപത്തുകാരുള്ള വീട്. ജനാപത്തുകാർ എന്ന് പറയുമ്പോൾ കുളി നിർബന്ധമായിട്ടും മണിക്കൂറുകളോളം കുളിക്കാതെ അതിനെ പിന്തിക്കുന്ന ആളുകൾ. ഇപ്പൊ രാത്രിയിൽ ഒരാൾക്ക് കുളി നിർബന്ധമായി കഴിഞ്ഞാൽ സുബഹിക്ക് മുമ്പ് അല്ലെങ്കിൽ സുബഹിക്കെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയാകണം. അതിനെ കുളിക്കാതെ ലൊഹറായി, അസറായി, മഗ്രിബായി അങ്ങനെ മണിക്കൂറുകളോളം കുളിയെ പിന്തിച്ചിട്ടും നമസ്കാരം കളാക്കി കുളിക്കാതെ ഇങ്ങനെ ജനാപത്തുകാരായിട്ട് കഴിയുന്ന ഭവനങ്ങളിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഭവനങ്ങളിലുണ്ടെങ്കിൽ അതിനെ ഉടൻ തന്നെ നമ്മൾ നീക്കം ചെയ്യുകയും നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. വീണ്ടും നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരറിവുമായിട്ട് കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആവസിയത്തുകളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും രണ്ട് ലോകത്തും പൂർണ്ണമായ മുസ്ലിമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് മുസ്ലിമായി മരണപ്പെട്ട് നാളെ പരലോകത്ത് വിജയിക്കുന്നവരിൽ, രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.